ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പനിയായതുകൊണ്ട് ഒച്ചയൊക്കെ പോയിരിക്കുക. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റു, ചായ ഇട്ടു, പാല് അപ്പുറത്തെ വീട്ടിൽ പോയി മേടിച്ച് ചായ ഇട്ടു, കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചു. ഈ വെള്ളം എന്താ ഈ കളറിലിരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളിത് ഈ ദാഹശമനി ഇട്ടാണ് വെള്ളം തിളപ്പിക്കുന്നത്. ദാഹമുക്തി എന്ന് പറയുന്നത്. അതിനകത്ത് ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട എല്ലാം അടങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇഡലി സാമ്പാറും രാവിലെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇഡലി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇഡലി ഉണ്ടാക്കി അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പ് വെന്ത് അപ്പോൾ നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളെന്ന് പറയാൻ ഒത്തിരിയൊന്നും ഇല്ല. ഞാൻ തക്കാളി, ഉരുളൻകിഴങ്ങ്, വെണ്ടയ്ക്ക, കോവയ്ക്ക, സവോള, പച്ചമുളക് അത്ര അരിഞ്ഞിട്ടുണ്ടേ. എല്ലാം അരിഞ്ഞ് ഞാൻ റെഡിയാക്കി വെച്ചതായിരുന്നു. പിന്നെ നമുക്കിതൊന്ന് 2-3 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കണം. വെച്ച് മഞ്ഞപ്പൊടിയും സാമ്പാർ പൊടിയും ഉപ്പും ചേർത്ത് നമുക്ക് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഇനി സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കണം. സാമ്പാർ പൊടി സ്പൂണും കൂടെ എടുക്കാമെന്ന് എനിക്കൊരു ഊഹമുണ്ട്. ആ ഊഹത്തിന് ഞാനങ്ങ് ചേർക്കുവാണ്. പെട്ടെന്ന് എടുക്കുവാണെങ്കിൽ കാശിക്കൂട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല. അവനും പനിയായിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ അവന് സമ്മതിക്കത്തില്ല. അവന് നോക്കാട്ടെ വഴക്കും ഒക്കെയാണ്. രാവിലെ ഒട്ടും ഭയങ്കര എങ്ങനെ എഴുന്നേൽക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എഴുന്നേൽക്കാതിരുന്ന പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ചേട്ടായുടെ ടീഷർട്ടാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് പനിയായതുകൊണ്ടായിരിക്കും ഓവറായിട്ട് തണുപ്പൊന്നും. ഇപ്പോൾ ഞാനെടുത്തിട്ടതാണ്. ഇവിടെ രാവിലെ ഭയങ്കര മഴയാണ്. ഇപ്പോൾ തോന്നുന്നു. പിന്നെ എനിക്ക് പാത്രമെല്ലാം കഴുകണം, ചോറ് വെക്കണം, ബാക്കി കറിയൊക്കെ വെക്കണം. ഞാൻ കാശിക്ക് കഴിക്കാൻ കൊടുക്കണം. എല്ലാം പണികളും കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് രാവിലെ നിങ്ങളെ എന്തെങ്കിലും ഒരു വീഡിയോ ഇടണ്ടേ രാവിലെ. അപ്പോൾ ഞാൻ ഓർത്ത് രാവിലെ ഇഡലി സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇഡലി രാവിലെ ഞാൻ ഉണ്ടാക്കി അങ്ങ് വെച്ചു. എഴുന്നേറ്റപ്പോഴേ ചായ ഇട്ടതിന് പുറമെ വെള്ളവും തിളപ്പിച്ച് ഇഡലി ഉണ്ടാക്കി വെച്ച്. പിന്നെ സാമ്പാറിന് പരിപ്പ് വെന്തിരിക്കുക. അപ്പോഴത്തേക്ക് കാശുകൂട്ടൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് ഞാൻ പോയി നേരം കിടന്ന് ഫീഡൊക്കെ ചെയ്തിട്ട് വന്നാൽ ശാന്തനാകത്തുള്ളൂ. അപ്പം നമ്മുടെ സാമ്പാറിനൊരു 4 വിസിൽ ഞാൻ അടുപ്പിക്കും. എന്ന് വെച്ചാൽ കഷ്ണങ്ങളൊക്കെ നല്ലവണ്ണം വേകാൻ വേണ്ടിയിട്ട് അവനോടെ കൊടുക്കുന്നതായിരിക്കും കുഞ്ഞിന്. അപ്പം നന്നായിട്ട് വെന്തിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിടുന്ന വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാൻ ഇന്നും പറയുന്ന കാര്യങ്ങളൊക്കെ പക്ഷേ ആരും കമൻറ്റൊന്നും ഇടുന്നില്ല. പിന്നെ ഇപ്പം ചേട്ടായിക്ക് ഓട്ടോ ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വെളിയിലോട്ടൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾ വെളിയിലോട്ടും ചേട്ടായുടെ വീട്ടിലോട്ടും എൻ്റെ വീട്ടിലോട്ടൊക്കെ പോകുന്നതാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വീഡിയോസൊക്കെ എടുത്തിടാമായിരുന്നു. മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് അങ്ങനെ ഒത്തിരിയൊന്നും പോകുന്നില്ല. കാരണം അവനെ തണുപ്പടിപ്പിക്കണ്ടല്ലോ, ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള യാത്രകളൊക്കെ ഞങ്ങളിപ്പോൾ കഴിവതും മഴയൊക്കെ ആയതുകൊണ്ട് ഒഴിവാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ കുക്കറിന് വിസിൽ വരാറായി. അപ്പം ഞാൻ എൻ്റെ ഫോണിങ്ങെടുത്ത് അപ്പം കുക്കർ വെള്ളം ഇരിക്കുന്നു. പിന്നെ എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിശ്വസിക്കുന്നു. ഇനി തുണിയൊക്കെ കഴുകാൻ കിടക്കുന്നു. ഇന്നലത്തെ തുണിയെല്ലാം ഒരുമാതിരി ഒന്ന് തോന്ന് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞാനെടുത്ത് അകത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കിടക്കുന്ന മുറിയിൽ തുണിയൊന്നും ഒത്തിരിയൊന്നും ഇടാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊതുക് ഒത്തിരിയുണ്ട്, കുഞ്ഞു കൊതുകുകൾ. അപ്പോൾ നനഞ്ഞ തുണിയിലൊക്കെ പറ്റി കൊതുക് വന്നിരിക്കും. അപ്പോൾ കുഞ്ഞിനെ രാത്രി ഒരുപാട് കൊതുക് കുത്തും. അതുകൊണ്ട് കിടക്കുന്ന മുറിയിലൊന്നും ഒത്തിരി. എനിക്കാണെങ്കിൽ ഈ വർക്ക് ഏരിയയിലാണ് ഒരുപാട് തുണി ഇടുന്നത്. കുഞ്ഞിൻ്റെ തുണിയൊക്കെ ഇടുന്നതിനോട് എനിക്ക് എന്തോ ഒരിതാണ്. കാരണം വെളിയിൽ തേക്ക് നിൽപ്പുണ്ട്. തേക്കേന്ന് പുഴു ചില സമയങ്ങളിലൊക്കെ വീഴുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേടിയാണ്. പുഴുവൊക്കെ ഇഴഞ്ഞു വന്ന് കുഞ്ഞുങ്ങളുടെ തുണിയിലൊക്കെ കയറിയിരുന്ന് നമ്മുടെ സ്കിന്ന് പോലെ അല്ലല്ലോ, അവർക്ക് പെട്ടെന്ന് അലർജി ആകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തുണിയൊക്കെ അലക്കിയതൊക്കെ ഒരുമാതിരി തോന്നിയിരിക്കുന്നു. അതൊക്കെ മുറിയിൽ വിരിച്ചിട്ടേക്കുന്നതാണ്. അതൊക്കെ ഇനി വെയിൽ പതുക്കെ വരുന്നുണ്ട്. വരുമ്പോൾ എടുത്ത് വെളിയിലോട്ട് ഇടണം. ഇന്നത്തെ തുണി അലക്കണം. ഇനി ഒരുപാട് പണി
കാശിക്കുട്ടൻ ഇനി ഇപ്പോഴെങ്ങും ഉറങ്ങത്തില്ല. ഇന്ന് രാവിലെ പുള്ളി താമസിച്ചാണ് എഴുന്നേറ്റത്. ഒരു 9:15 ആയി കാണും എഴുന്നേറ്റപ്പം. അതുകൊണ്ട് ഇനിയിപ്പോൾ ഉറങ്ങാൻ ചാൻസ് കുറവാണ്. പ്രത്യേകിച്ച് അതുമല്ല, അവൻ അച്ഛൻ ഇന്നിവിടെ ഉണ്ട്. അതുകൊണ്ട് അവർ ഒട്ടുമേ ഉറങ്ങത്തില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സാമ്പാറും ഇഡലിയും കൊണ്ടുള്ള വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഭയങ്കര പണിയാട്ടോ. അമ്മ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകും. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് കയറി ഇറങ്ങുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ട്. അവനെന്ന് പറഞ്ഞാൽ വീട്ടിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വലിയ ഇത് വരുന്നില്ലല്ലോ. പാത്രങ്ങളൊക്കെ ഒരുപാട് കഴുകാനിരിക്കുന്നത്. നമുക്ക് ഇവനെ ഒന്ന് ശാന്തനാക്കി ഇരുത്തിയിട്ട് വേണം എല്ലാം ചെയ്യാം. തുമ്മലുണ്ട്, കണ്ണ് ചൊറിയുന്നൊക്കെ ഉണ്ട്, പല പല ഇറിറ്റേഷനാണ്. ഞാൻ ഇടയ്ക്ക് കാശിക്കുട്ടനെ ഒരു പാട്ട് പാടി ഇങ്ങനെ ഇരുത്താറുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ അവൻ ആ പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ആ പാട്ട് പാടിക്കൊടുക്കും. അപ്പോൾ ഞാൻ ആ പാട്ട് പാടിയിട്ട് അവനും ഞാനും കൂടെ ഇരിക്കുന്ന ഒരു വീഡിയോ എടുത്ത് ഇടുന്നുണ്ട്. അത് ഞാൻ എല്ലാവർക്കും കുറേ ദിവസം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ വീഡിയോ ഒന്ന് എടുത്തിട്ടുള്ളതാണ്. ഇഷ്ടമാണ്. അത് നമ്മുടെ സാമ്പാറിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. കറിവേപ്പില ഞാനിങ്ങനെ ഒരു കുപ്പിയിലാക്കിയാണ് വെക്കുന്നത്. കഴുകി വെള്ളം നനച്ച് കുപ്പിയിലാക്കി വെക്കും. നേരത്തെ കവറിലിട്ടായിരുന്നു വെക്കുന്നത്. അപ്പോൾ ഫുൾ 2-3 ദിവസം എടുക്കാൻ പറ്റും. ബാക്കി അത് ഉണങ്ങി. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചു വെക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഗ്യാസുകളിൽ കുറേ പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. കുറേ പാത്രങ്ങളൊക്കെ, തവ, പാലപ്പച്ചട്ടി, അങ്ങനെയുള്ള കുറേ പാത്രങ്ങൾ, പിന്നെ കുറേ കാസ്ട്രോള് അങ്ങനത്തെ. അപ്പോൾ ഞാൻ അതൊക്കെ ഇന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഇന്ന് കാണിച്ചു തരാം. കാശിക്കുട്ടൻ അവിടെ വഴക്ക് തുടങ്ങിയിട്ടുണ്ട്, കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. 3 വിസിൽ വന്നില്ല, ഇനിയിപ്പോൾ ഒരു വിസിലോട് വന്നിട്ട് വിസിലൊക്കെ വന്നു. അപ്പം ഞാൻ ഇങ്ങോട്ട് വെച്ചു. ചിലപ്പോൾ ഈ ഫോൺ ഇരിക്കത്തില്ല. ഞാൻ സാമ്പാറിന് കടു വറക്കാനുള്ളതൊക്കെ എടുക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇഡലി എടുത്ത് ഒരു പാത്രത്തിലോട്ട് വെക്കാൻ പോയതാണ്. നമുക്കിത് കടു വറക്കാനുള്ള എണ്ണ ഒഴിച്ചു. കടുക് ഇട്ട് കൊടുക്കണം.
നമുക്ക് എണ്ണ ചൂടാകാൻ വെച്ച് എണ്ണ ചൂടായി നമുക്കപ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി ഞാൻ പൊട്ടിച്ചതേ ഉള്ളൂ, ഒരു പാക്കറ്റുണ്ട്. ഒരു ഊഹം വെച്ച എല്ലാം ഇടുന്നത് എന്ന് വെച്ചാൽ ഒരാഴ്ചത്തോളം വഴക്കായതുകൊണ്ട് എനിക്കൊന്ന് പൊട്ടിച്ചിടാനും ഒന്നും നേരമില്ല. ഞാനപ്പം എൻ്റെ ഒരു രീതിയിലാട്ടോ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്താ ഇത് ഇഡലിയും സാമ്പാറും ഞാനിപ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ചെറുതായിട്ട് ഇത്തിരി വിസിൽ പോകാനുണ്ട്, അപ്പോൾ അത് ഞാൻ പൊക്കി വിടുകയായിരുന്നു. ഇച്ചിരി വിസിൽ പോകാറുണ്ട്. ഇങ്ങനെ കാണിക്കുന്നതിന് കേട്ടാൽ എന്നെ വഴക്ക് പറയാറുണ്ട്, ഇങ്ങനെ കാണിക്കരുത്. ഞാൻ പക്ഷേ പെട്ടെന്ന് വേഗത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യും, നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിരിക്കുകയാണ്. അതിനകത്തോട്ട് ചേർത്ത് ഉപ്പ് വേണം. എനിക്ക് നല്ല ടേസ്റ്റൊന്നുമില്ല, പനി ആയതുകൊണ്ടായിരിക്കും. ഉപ്പാണ്. അപ്പം നമ്മുടെ സാമ്പാർ നിങ്ങൾ ബൗളിനകത്തോട്ട് വെച്ച് കൊടുക്കാൻ പോവാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ടേസ്റ്റി സാമ്പാർ റെഡി. ഇവിടെ ഇഡലി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഡലി അപ്പം നമുക്ക് ഇഡലിയിലോട്ട് സാമ്പാർ ഒഴിക്കാം. ഇത് കാശിക്കുട്ടന് കൊടുക്കാനും കൂടെ എടുത്ത് വെക്കുന്നത്, നമ്മൾ കുതിർന്നിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കൊടുക്കാറുണ്ട്. നമ്മുടെ ടേസ്റ്റി ഇഡലി സാമ്പാറിൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾക്ക് വേണ്ടി ഞാൻ ഇന്നെടുത്ത് നോക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ
കാണുന്നത് വരെ